വെയ്റ്റ് ഗെയിൻ സ്മൂത്തിയാണ്. പാവങ്ങളുടെ വെയ്റ്റ് ഗെയിൻ സ്മൂത്തി. അതായത് ചീപ്പ് റേറ്റിന് നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് അല്ലാത്ത വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഹൈ കലോറി സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. അത് നമുക്ക് പീനട്ട്, ബനാന, ഓട്സ്, യോഗേട്ട്, 1 ഗ്ലാസ് മിൽക്ക്, ഇത്ര മാത്രം മതി. അത്യാവശ്യം ഹൈ കലോറിയാണ്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഏറെക്കുറെ ഇത് ഒരു 700 കാലോറീസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്കൊരു 2 ടൈം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തടി വെക്കും. അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മിൽക്ക്, 1 ഗ്ലാസ് മിൽക്ക് എടുത്തിട്ടുള്ളത്, 1 ഗ്ലാസ് മിൽക്ക് ഫുൾ ഫാറ്റ് എടുത്തിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പഴം, റോബസ്റ്റ പഴം എടുത്തിട്ടുള്ളത് ഒരു പഴം എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓട്സ്, ഏതെങ്കിലും ഓട്സ് മതി. വെയിറ്റ് ഗെയിൻ ആകുമ്പോൾ നമുക്ക് ഏത് ഓട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സ്റ്റീൽ കട്ട് ഓട്സ് എടുത്തിട്ടുള്ളത്, ഒരു 50 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുക. പീനട്ട്, അതേപോലെ തന്നെ വറുത്ത പീനട്ടാണ്, ഒരു 40 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുക. യോഗട്ട് ഒരു 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡേറ്റ്സ് യൂസ് ചെയ്യാം, ഹണി യൂസ് ചെയ്യാം, സാധാ പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ആവശ്യമുള്ള നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സോ ഇതിൻ്റെ കൂടെ പറഞ്ഞ മാതിരി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഏറെക്കുറെ ഒരു 700 കാലോറീസ് ഉണ്ട്. വളരെ ചെറിയ നിരക്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ സ്മൂത്തി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതൊരു 2 പ്രാവശ്യം നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഒരു മിഡ് സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ബിഫോർ സ്ലീപ്പ് കഴിച്ചാലും ഓക്കെയാണ്. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും